യേശുവെന്നടിസ്ഥാനം ആശ്രയബലിരത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിലെല്ലാം നാം ദൈവം ബോധിച്ച വ്യക്തി, ദൈവത്തെ ഹിതപ്രകാരമുള്ള വ്യക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി, ഇങ്ങനെ ഉള്ള വ്യക്തിയെക്കുറിച്ച് നാം പഠിക്കുകയായിരുന്നു. ദാവീദിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾക്ക് ഈ വിഷയം പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ദാവീദിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ദൈവം ബോധിച്ച വ്യക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി, ദൈവഹിതപ്രകാരമുള്ള വ്യക്തി എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള ആ സവിശേഷതകൾ ഉള്ള ആ വ്യക്തിയിൽ എന്തൊക്കെ സ്വഭാവവിശേഷതകളാണ് ദാവീദിലുണ്ടായതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. 7 കാര്യം നാം കണ്ടു. എട്ടാമതായിട്ട് ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. ദാവീദ് പഞ്ഞിൻതൂല്യങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ ദാവീദും പുരോഹിതന്മാരും ഒക്കെയും കൂടി ദൈവത്തിൻ്റെ പെട്ടകം ഒബേദ്മേലെക്കിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവരുന്ന യാത്രയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള യാഗങ്ങളെല്ലാം കഴിക്കുകയും അതുകൂടാതെ ദാവീദ് പഞ്ഞനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിൻ്റെ മുമ്പാകെ നൃത്തം ചെയ്യുന്നു. ആരാണ് നൃത്തം ചെയ്യുന്നത്? രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്, 12 ഗോത്രങ്ങളെ ഭരിക്കുന്ന രാജാവാണ്. എന്നാൽ ദാവീദിനറിയാം, ദാവീദ് ദൈവത്തിൻ്റെ മുമ്പാകെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത വിധങ്ങളെക്കുറിച്ച് ദാവീദ് മറന്നിട്ടില്ല. വളരെ താഴ്മയുള്ള വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് കണ്ടിട്ട് ദാവീദിൻ്റെ ഭാര്യയായ മീഖള് അവളുടെ മനസ്സിൽ ദാവീദിനെക്കുറിച്ച് ദാവീദ് ഇങ്ങനെ നൃത്തം ചാടുന്നു കണ്ട് അവൾ ഹൃദയത്തിൽ ദാവീദിനെ നിന്ദിച്ചു എന്ന് കാണുന്നു. അതിനുശേഷം ദാവീദിനെ കണ്ടപ്പോൾ അവൾ പറയുകയാണ് 20-ാം വാക്യത്തിൽ, അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിൻ്റെ മകളായ മീഖാൾ ദാവീദിനെതിരേറ്റ് ചെന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്ന പോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ തന്നെത്താൻ അനാവൃതനാക്കി ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ എന്ന് പറഞ്ഞു. എത്ര നീചമായിട്ടുള്ള വാക്കാണ് അവൾ ഉപയോഗിക്കുന്ന രാജാവിൻ്റെ മുമ്പാകെ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൾ പറയാണ്, തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ്. അത്രയും അവൻ ദാവീദ് രാജാവിനെ അങ്ങ് താഴ്ത്തിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദ് പറയുന്ന വാക്കുകളാണ് നമുക്കവിടെ. ദാവീദ് മീഖാളിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലുപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും അധികവും ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് അവൻ പറയുകയാണ്, അതെ, ഞാൻ ഹീനനും ഞാൻ എളിയവനുമാണ്. എന്നാൽ ദൈവം എന്നെ ഉയർത്തി തന്നെത്താൻ പുകഴ്ചയെടുക്കുകയല്ല ദാവീദ് ചെയ്തത്. ഞാനൊരു രാജാവാണെന്നുള്ള ഒരു അഹംഭാവമോ ഒന്നും അവനിൽ ഉണ്ടായില്ല. അവൻ കുറച്ചും കൂടെ താണിട്ട് പറയാണ്, അതെ, ഞാൻ ഹീനനും എളിയവനും, എൻ്റെ കാഴ്ചയ്ക്ക് ഞാൻ ഹീനനും എളിയവനുമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഇനിയും നൃത്തം ചെയ്യും എന്ന് പറയുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മനോഭാവം തന്നെയായിരുന്നു കർത്താവിലുണ്ടായിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതാണ് കർത്താവിൻ്റെ സ്വഭാവങ്ങളെ പലതും ദാവീദിലുണ്ടായിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും.
കർത്താവിനെക്കുറിച്ച് നമുക്കറിയാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പി ലേഖനം അവിടെ 2-ന്റെ 4 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നു. ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതെന്ത് ഭാവമാണ്? താഴ്മയുടെ ഭാവം. ക്രിസ്തയേശുവിലുള്ള ഭാവം അത് ദാവീദിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ നാം കാണുന്നത് ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് തന്നെത്താൻ താഴ്ത്തി. അവൻ ദൈവമാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് സമത്വമുള്ള വ്യക്തി ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി അത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അങ്ങനെ താഴ്ത്തിയ യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ ഈ ഈ ദാവീദിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് പറയാണ് ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ ഭാവം തന്നെ ഉണ്ടാകണമെന്നാണ്. തന്നെത്താൻ താഴ്ത്തുന്ന താഴ്മയുള്ള ഭാവം അവരെയാണ് ദൈവം ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ദാവീദിലുള്ള ഭാവവും ഈ താഴ്മയുടെ ഭാവം അവൻ താഴ്മയുള്ളവനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് 9ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാവീദിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഒന്ന് ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അത് കാണുവാനായിട്ട് സാധിക്കും. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ ദാവീദിൻ്റെ താഴ്മയുടെയും ദാവീദ് ആ താഴ്മ ദൈവം മഹത്വമുള്ളവനാണെന്ന് മനസ്സിലാക്കി ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ആ ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 29-ന്റെ 10-ാം വാക്യം മുതൽ പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയതെന്നാൽ ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. അതെ, ഒരു രാജാവിനല്ല ഇതൊന്നും ഉള്ളത്. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്ത് നിനക്കുള്ളതാവുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്ന ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഇത്രയുള്ള ദൈവത്തിൻ്റെ മഹത്വമെല്ലാം കണ്ടിട്ട് ദാവീദ് രാജാവ് പറയാണ്, ആദ്യം തന്നെ യഹോവയെ പാടി സ്തുതിച്ചുകൊണ്ട് അവൻ പിന്നെ പറയാണ്, ആകയാൽ ഞങ്ങളുടെ ദൈവമായ യഹോവയെ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. അതാണ് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ആഗ്രഹവും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്നുള്ളതാണ്. ദാവീദ് സാധാരണ മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല ദാവീദ് ദേവാലയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും പറയുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അത് കഴിഞ്ഞിട്ട് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ ഞാൻ മറയ്ക്കും. അതെ, പാടി സ്തുതിക്കുന്ന ഈ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 29-ാം വാക്യത്തിൽ അവൻ പറയാണ്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ എന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്ന, അവിടെ ദൈവം ഏറ്റവും വലിയവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 145-ന്റെ 1 മുതലുള്ള വാക്യങ്ങളും അത് തന്നെയാണ്.
എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്ത സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്തെ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീരപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അങ്ങനെ ഞാൻ യഹോവയ്ക്ക് ഉച്ചത്തിൽ ഉച്ചത്തിൽ സ്തോത്രം ചെയ്യും, അവനെ ഞാൻ മഹത്വപ്പെടുത്തും എന്ന് ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ ഓരോന്നും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിപ്പിൻ. ഇങ്ങനെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും മാത്രമല്ല, നമ്മൾ ഒന്ന് 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 ക്രോണിക്കിൾസിൽ കണ്ടതുപോലെ തന്നെ ദാവീദിന് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ദാവീദിൻ്റെ സ്വഭാവവിശേഷത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. 9 കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. ഒന്നാമതായിട്ട് നാം കണ്ടത് ദാവീദ് വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്ത ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ദൈവത്തെ ഭയപ്പെടുന്ന ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി മാനുഷ്യ ഭയമില്ലാത്ത ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാലാമതായി അധ്വാനശീലമുള്ള ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായി കൽപ്പനകളെ അനുസരിക്കുന്ന ദാവീദ്. ആറാമതായി നീതിമാനായ ഒരു രാജാവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏഴാമതായിട്ട് ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന എട്ടാമതായത് താഴ്മയുള്ള ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. ഒമ്പതാമതായി ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഈ സ്വഭാവ ഗുണങ്ങളുണ്ടെങ്കിൽ ദൈവം നമ്മെ നോക്കിയിട്ടും പറയും, എനിക്ക് ബോധിച്ച വ്യക്തി, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി, എൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി. ഇങ്ങനെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ. ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ. ദേഹം പുതുതാക്കിടാൻ യേശുവെന്നടിസ്ഥാനം ആശ്രയവനിലത്രേ. ആശ്വാസത്തെ